നടി ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്നതായി നടിയുടെ അഭിഭാഷക ടി.ബി. മിനി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തുടർച്ചയായി കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തി മെമ്മറി കാർഡ് ചോർത്തിയ കോടതി ജീവനക്കാരെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ടി.ബി. മിനി പറയുന്നു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി ജീവനക്കാരെ കൂടി, അതും മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ജീവനക്കാരെ കൂടി പ്രതിയേർക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി അതിജീവിതയുടെ അഭിഭാഷക കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് നടപടിയായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അങ്ങനെയല്ലേ? അതെ, അതായത് നടി ആക്രമിച്ച കേസിൽ നടിയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും നടിയെ സംബന്ധിച്ചും നീതി വൈകുന്നതിൽ, അതായത് നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് കോടതിയിലെ സ്റ്റാഫ് തന്നെ ആക്സസ് ചെയ്തു എന്നുള്ളത് എൻക്വയറി നടത്തി റിപ്പോർട്ട് വന്നിട്ടും അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നടിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഡിനേഡ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇത്രയും നാളുകളായിട്ടും നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. സാധാരണ രീതിയിൽ നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു ക്രൈം ആരെങ്കിലും ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കണം. ഇതും ഈ കേസിൽ ഉണ്ടാകുന്നില്ല എന്നത് ഇത് നടപടി വൈകുന്തോറും എവിഡൻസുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റിൽ ഇല്ലീഗലായിട്ട് എക്സസൈസ് IT ആക്ടിന്റെ സെക്ഷൻസ് 66, 67 പ്രകാരം കൃത്യമായിട്ട് കേസെടുക്കാവുന്ന കാര്യങ്ങളാണ്. IPCയുടെ വകുപ്പുകൾ വേറെയുണ്ട്. എന്നിട്ടും അതിനെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നീതി നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് നടിയുടെ അഭിപ്രായം. അതനുസരിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ വീണ്ടും നമ്മൾ ആ കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജസ്റ്റിസ് ബാബു അനുവദിച്ചു തന്ന റിട്ട് പെറ്റീഷൻ ക്രിമിനൽ 445/22 എന്നുള്ള കേസിൽ ഏതെങ്കിലും തരത്തിൽ എൻക്വയറി നടത്തി കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ട അതിൽ CRPC അനുസരിച്ചുള്ള നടപടികൾ എടുക്കണമെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നടപടികളൊന്നും എടുക്കാതെ ഇതിങ്ങനെ വൈകി പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കേസിൽ തന്നെ നമ്മളൊരു IA ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രയൽ കോടതിയെ സംബന്ധിച്ച് അവിടെ IOടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ക്രോസ് എക്സാമിനേഷൻ ഇപ്പോൾ 2 മാസമായി ക്രോസ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.